ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് പോയിപ്പോ പോകുന്ന സ്ഥിരം പോകുന്ന വഴിയല്ല പോയത്. ഒന്ന് വെറുതെ ഒന്ന് വേറെ വഴി ഇടയ്ക്ക് അങ്ങനെ ഓരോ കറങ്ങലുണ്ട്. അങ്ങനെ കറങ്ങിയപ്പോ ഒന്ന് വളരെ യാദൃശ്ചികമായി കണ്ടൊരു കാഴ്ചയാണ് കിക്ക് ബോക്സിങ്. അതായത് ആയോധന കലയും കലാരൂപം, എന്താ പറയുക, കലാകായിക വിനോദം. ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ഇതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം രാത്രി 11 മണി ഈ സമയം എല്ലാവരും കാണികളും ഉണ്ട്, അവരുടെ ആശാന്മാരെന്ന് അറിയില്ല, കരോട്ട് പഠിപ്പിക്കാൻ ആളുകളും എല്ലാവരും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇത് 2 പെൺകുട്ടികളാണ്, അതായത് +1 +2 പ്രായം. ഇതിന് മുന്നുണ്ടായതും ചെറിയ ചെറിയ പിള്ളേർ 10നും 20നും ഇടയിലുള്ള തോന്നുന്നുണ്ട്. അങ്ങനെയാണ് തോന്നുന്നത്. അവിടെ എഴുതി വെച്ചിരുന്നത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ നല്ല ഫുൾ സെറ്റ് സേഫ്റ്റിയോട് കൂടിയാണ് ചെയ്യണത് ബോക്സിങ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ നേരിട്ടൊരു ഇത് കാണുന്നത്. കലാകായിക വിനോദമാണ്, പക്ഷെ ആയോധന കലകളും കാര്യങ്ങളെല്ലാം കൂടി വരുന്നത് സ്പോർട്സാണ്. സ്പോർട്സിൻ്റെതായ രീതിയിലാണ് നമ്മൾ നടക്കുന്നത് കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഫൈറ്റാണ്. റെഡ് ഭയങ്കര ഫൈറ്റ്, അന്യായ ഫൈറ്റാണ് ആള്. പിന്നെ ബ്ലൂവും മോശമല്ല, എന്നാലും കൊള്ളാം. കാരണം 2 പേരും കട്ടയ്ക്ക് തന്നെയാണ്. നമ്മളിത് ലൈവായിട്ട് ആദ്യമായിട്ട് കാണുന്നത്, കുഴപ്പമില്ല. പക്ഷെ അപ്പുറത്ത് ചെറിയ പിള്ളേരെ ഫൈറ്റ് നടക്കുന്നുണ്ട്. തീരെ ചെറിയ 10 വയസ്സും 12 വയസ്സും ഒക്കെ ഉള്ള ഒരു ഫൈറ്റിനാണ്. അതിലും റെഡ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. പ്രതികണ കിട്ടിയെന്ന ഫൈറ്റിംഗ് ആണ് ഫുള്ള്. സംഭവം വാറാണ്. വിയറ്റ്നാമിൽ എന്ന് പറയുമ്പോൾ ചൈനയും കാര്യങ്ങളൊക്കെ എടുത്തു കിടക്കണ കാരണം ഇങ്ങനൊരു കായിക വിനോദം എന്തായാലും ഓൾറെഡി ഇവിടെ അത് എത്ര സപ്പോർട്ടീവായിരിക്കും. രാത്രി സമയം 11 മണിയായി, ആലോചിക്കണം. ഫൈറ്റാണ്, ഫുൾ ഫൈറ്റിംഗ് ആണ്. എന്താ പറയുക, അന്യായ ഫൈറ്റിംഗ് ആണ്. റെഡാണ് ഇപ്പോൾ ജയിച്ച് നിൽക്കുന്നത്. എങ്ങനെയാണെന്നറിയില്ല, ചിലപ്പോൾ പറഞ്ഞു വരാം. ഇടിയാണല്ലോ ഫൈറ്റിംഗ്. ഒരു റെഫറി ഇടപെട്ട് ഒത്തുതീർപ്പാക്കി. അപ്പോൾ വീണ്ടും ഫൈറ്റിങ്ങിനുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. 5 റെഫറി 6 റെഫറി ഒക്കെ ഉണ്ട്, ചുറ്റിനിരിക്കുന്നുണ്ട് കളി നിയന്ത്രിക്കാനായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരെണ്ണത്തിൻ്റെ മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ 3-4 ഫൈറ്റ് കണ്ടായിരുന്നു ഞാൻ. അത് വളരെ കാണുമ്പോൾ നമുക്ക് ആരാണെങ്കിലും എന്താ പറയുക, ഒരു